ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ മറ്റൊരു ഓൾ ഇന്ത്യ റൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗുജറാത്തിൽ നിന്ന് തിരിച്ചു പോകാറുണ്ട്. ഗുജറാത്തിൽ നിന്ന് ഇനി അവസാനത്തെ ദിവസമാണ്. ഗുജറാത്തിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് രാജസ്ഥാനിലെ ജയ്സൽമീറിലാണ്. അപ്പോൾ നമ്മുടെ നിൽഗാന്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മളെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വണ്ടിയിൽ മൊത്തം സെറ്റ് ചെയ്തിട്ട് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഭുജിന്ന് രാജസ്ഥാനിലേക്ക് പോകുന്ന വഴിയിലാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. ഏകദേശം 100 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 500 ചില്ലാനം കിലോമീറ്ററാണ് രാജസ്ഥാനിലെ ജയ്സൽമീറിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ അത്ര കിലോമീറ്റർ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഈവനിങ് എന്ത് ചെയ്യണം, സ്റ്റേ ചെയ്യണം കേട്ടോ. ഏകദേശം സമയം എത്രയെന്ന് വെച്ചാൽ 2 മണി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ്. അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തായിരുന്നു. ഇനി നമ്മൾ വെയിൽ മാറാതെ നിന്ന് കഴിഞ്ഞാൽ സമയം വൈകി പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ജാതി കാഴ്ച കാണിച്ചു തരാം. ചേട്ടാ, ഞാൻ കുറച്ചൊരു മുന്നോട്ട് വന്നുപോയി. നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. ഒട്ടകങ്ങളിങ്ങനെ മേഞ്ഞു പോകുന്നു. നമ്മൾ ആടൊക്കെ മേയുന്ന പോലെ ഒട്ടകം മേയുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ഒട്ടകങ്ങൾ മേഞ്ഞു പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഓ കിടു. നമുക്ക് ഈ ഒട്ടകം മൊത്തം എത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിലോട്ട് ഒട്ടകത്തിൻ്റെ സൈഡിലൂടെ പോയോ. അടിപൊളി അല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ നോക്കിയ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒട്ടകത്തിൻ്റെ. ഗൈസ്, അപ്പം നമ്മളെ ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ റൈഡ് വരുന്ന മൂന്ന് പയ്യന്മാരാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ 3 ആളാന്ന് തോന്നുന്നുണ്ട്. അതിലൊരാൾ എൻ്റെ ഫ്രണ്ടാണ്, ബ്ലസ്സൻ. അപ്പോൾ ബ്ലസ്സനായിട്ട് ഞാൻ ഓൾ ഇന്ത്യ റൈഡ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലുള്ള പരിചയമുണ്ട്. ഈ സൈഡിലൊക്കെ ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. ഈ ദേശാടനക്കിളികളുണ്ട്. നമ്മളവിടെ ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ പോവാണ്. അവരവിടെ സിദ്ധാഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ ഗുജറാത്തിലെ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യണം. അവർ കച്ചിലേക്ക് വരാണ്, നമ്മൾ രാജസ്ഥാനിലേക്ക് പോവാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഗൈസ്, നമ്മളെ ട്രിപ്പിൽ നമ്മൾ 2 പേരെ ഇത് ഓൾ ഇന്ത്യ റൈഡ് അടിക്കുന്ന 2 ബ്രോസിനെ കണ്ടിട്ടുണ്ട്. ബ്ലസ്സൻ ബ്രോ ആൻഡ് ആഫീസ് ബ്രോ. ബ്ലസ്സൻ ബ്രോ നമുക്ക് ഇവിടുന്ന് വരുന്ന സമയത്ത് നമ്മൾ 1 മാസം മുന്നല്ലേ, 1 മാസം ഞാൻ റൈഡ് സ്റ്റാർട്ട് അന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഇന്ന് കാണാൻ പറ്റിയത്. അപ്പം ഇവർ രാജസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് പോവാണ്, കച്ചിലേക്ക് പോവാണ്. നമ്മൾ കച്ചിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, ഇതിൽ പറയണ്ടോ? എന്നാ പറയാ,
പറയാ അടിപൊളിയാണ്. നമ്മുടെയൊക്കെ എന്താ റൈഡ് മച്ചാൻ 6 മാസത്തെ റൈഡാ. വെറുതെ പറയാട്ടോ, ഞങ്ങൾ 57ാമത്തെ ദിവസം ഒരു 10 ദിവസം കൂടെ ഉണ്ടാവും. ഞാൻ പറയിപ്പിച്ചാട്ടോ. നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ പൈസ ഇല്ല. വീട്ടിൽ പോയി പണിയെടുത്താലേ ഇനി ബാക്കി പരിപാടി എടുക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ പിന്നെ വർക്ക് ട്രാവൽ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് കുറെ പൈസ ഉണ്ടായിട്ടില്ല. വർക്ക് ട്രാവൽ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇറങ്ങണമെന്നാണ് ഞാൻ പറയണത്. എനിക്ക് കാർഡോരൊക്കെ പറയണം, വീട്ടിൽ ഇങ്ങനെ വർക്ക് ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ നല്ലൊരു ഓപ്ഷൻ. നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല, അതൊക്കെ ഒരു ഭാഗ്യമാണ്. പറ്റുന്നവരൊക്കെ ചെയ്യല്ലേ? ചെയ്യാ. എക്സ്പൾസിനെ കുറിച്ച് എന്താ പറയുന്നത്? എക്സ്പൾസിനെ കുറിച്ച് കുറ്റം പറയരുത്, ഇവിടെ ഒരാൾക്ക് അല്ലല്ല പറഞ്ഞു. വളരെ എന്ന് വെച്ചാൽ ആദ്യം മൊത്തം ലഗേജസ് ഉണ്ടായിരുന്നു. ഇവൻ എന്നെ ചണ്ഡീഗഡ് വെച്ചിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ പകുതി ലഗേജസ് നാട്ടിലേക്ക് കൊറിയർ ചെയ്തു. എക്സ്പൾസ് ഒരു പോക്കർ ഫ്രണ്ട്ലി ബൈക്കാണ്, അഫോർഡബിൾ ബൈക്കാണ്. ഇവൻ എൻ്റെ മൈൻഡിൽ പോലും മോജോയും ഹിമാലയനും ഉണ്ടായിരുന്നു. പിന്നെ ബഡ്ജറ്റ് ആയിട്ട് ചെയ്യാന്ന് വെച്ചപ്പോഴാണ് എക്സ്പൾസ് എടുത്തത്. 35-43 മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഗോ എനിവെയർ ബൈക്കാണ്, എവിടെ വേണേലും എവിടെയും പോവാ. അപ്പൊ ഇവര് പിന്നെ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒക്കെ ബൈക്ക് ഓടിച്ച ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ചോദിക്കാൻ കാരണം, അടിപൊളിയാണ്, കണ്ടില്ലേ ടയറും കാര്യങ്ങളൊക്കെ. അപ്പൊ നീ നമുക്ക് പോലെ നമ്മള് അങ്ങോട്ട് പോവും, ഇവര് ഇങ്ങോട്ട് പോവും. ഓക്കെ ഓക്കെ ബ്രോസ്, അപ്പൊ ശരിയാണ്. ശരി. നമ്മള് കൊറേ കാലത്തിന് വെച്ചാൽ 2 മലയാളീസ് മലയാളീസിന്റെ കാണാം. ബൈ. അപ്പൊ അവര് പോയിട്ടോ, ഭയങ്കര ഹാപ്പി ഉണ്ട് ഇങ്ങനെ നമ്മളെ മീറ്റ് ചെയ്യുമ്പോളേ. റൈഡ് നടക്കുക അവരെ കുറെ മുന്നേ ഞാൻ പരിചയമുണ്ട്, ഈ ട്രിപ്പ് ബേസ് ചെയ്തുള്ള പരിചയമാണ്. അവരൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പൊ ഇനി നമുക്ക് എവിടെയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്നിട്ട് മാക്സിമം പോവുക, എന്നിട്ട് ഏതെങ്കിലും ലോഡ്ജോ എന്തെങ്കിലും സെറ്റപ്പ് നിൽക്കാൻ പറ്റുമോ നോക്കട്ടോ. അപ്പൊ അവര് പറഞ്ഞെന്താ വെച്ചാൽ ഗുജറാത്ത് കഴിയുന്നതിന് മുമ്പ് പെട്രോൾ അടിക്കാനാണ്. കാര്യം എന്താ വെച്ചാല് ഗുജറാത്തും രാജസ്ഥാനും തമ്മിൽ 13 രൂപന്റെ പെട്രോൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ പ്രൈസില്. അപ്പൊ നമുക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ഫുൾ ടാങ്ക് അടിക്കണം. അപ്പൊ സമയം ഇപ്പോ എത്രയായി? 6:30 മണിയായിട്ടോ, ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ സാൻജോർ എന്ന് പറഞ്ഞിട്ടുള്ള രാജസ്ഥാനിലെ സാൻജോറാണ് നമ്മളിപ്പം ലക്ഷ്യമിട്ട് പോകുന്നത്. അപ്പൊ ഗുജറാത്തിലെ ഹൈവേ ഒന്ന് മാറിയിട്ട് ഇപ്പൊ ഈ ഒരു ഹൈവേയിലേക്ക്, ചെറിയൊരു ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി 130 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് സാൻജോറിലേക്ക്. നമുക്ക് സാൻജോർ തന്നെ എത്താം. സാൻജോർ എത്തിയിട്ട് നമുക്ക് രാവിലെ അവിടുന്ന് സാൻജോറിന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സാൻജോർ എത്തിയിട്ട് അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാ. ഗൈസ്, നമ്മളിപ്പോ സാൻജോറിലേക്കുള്ള റൂട്ടിലാണ് കേട്ടോ. നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പോൾ ഇവിടെ തീ ഇട്ടുണ്ട് ഇവിടെ ആരോ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നാൽ കുറച്ചേരം കേട്ടോ. പിന്നെ നമുക്ക് പോവാം. ഓക്കെ, രാജസ്ഥാൻ നല്ല തണുപ്പാണ്. രാത്രി ആകുമ്പോഴത്തേനും നല്ല തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. റൂമിലെത്തിയിട്ടോ അല്ലെങ്കിൽ സാൻജോറിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മൾ ജയ്സൽമീറിൽ പോകുന്ന റൂട്ടിൽ വാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റിയില്ല. ഒടുക്കത്തെ തണുപ്പാണ്. ഒടുക്കത്തെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് സമയം നിർത്തി ചായക്കടയിലൊക്കെ കയറി ചായ കുടിച്ച് അങ്ങനെ നമ്മളിപ്പോൾ ഒരു ധാബയിലെത്തിയ സമയത്ത് അവരോട് നമ്മൾ റൂം ചോദിച്ചായിരുന്നു കേട്ടോ. ആ റൂം ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ് നമുക്ക് ഇവിടെ തന്നെ കിടക്കാം പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാധനങ്ങൾക്ക് ഉള്ളിലേക്ക് എടുത്തു കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇവര് നമുക്ക് ഇവിടെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അവിടെ ഉള്ളില് നമുക്ക് താമസിക്കാനുള്ള സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഫുഡൊക്കെ കഴിക്കണം. അപ്പൊ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് അവിടെ. ഇവരൊക്കെയാണ് ആൾക്കാർ കേട്ടോ.
അപ്പോൾ നമ്മളെ ഇവിടെ ഇതിനെ പാസ് ചെയ്ത് പോയപ്പോൾ ജസ്റ്റ് ചായ എടുക്കാൻ വേണ്ടി കയറിയായിരുന്നു. അപ്പോൾ എവിടെയാണ് ഹോട്ടൽ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരിവിടെ താമസിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥലം കാര്യമൊക്കെ റെഡിയാക്കി തന്നാ കേട്ടോ. ഈ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളെ ചപ്പാത്തി നമ്മളെ സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ മൊത്തം റെഡി ആക്കിയിട്ട് ഫുഡ് കഴിക്കുന്ന എന്തൊക്കെയുള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടോ. അടിപൊളിയാണല്ലോ. നോക്കിയേ, പല പല സംഭവങ്ങളുണ്ട്. റൊട്ടീൻ്റെ കൂടെ പലതരം സബ്ജികളുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കട്ടോ. പലതരം സാധനങ്ങൾ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ഫുഡാണ്. അവർ ഈ ഫുഡ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ശരിക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ട്രിപ്പിൽ ധാബയിൽ താമസിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ട് ചായ കുടിക്കാനുണ്ടോ. അപ്പോൾ നമ്മളെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മ്യൂസിക്കാണ്, നമുക്ക് യൂട്യൂബിന് പറ്റില്ലല്ലോ. നോക്കിയേ, അപ്പോൾ ഇവരെ ഗോഡൗണാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഗോഡൗണിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാണ്. നല്ല ചായ ഉണ്ടോ. നല്ല ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടുന്നത് എന്നെക്കാളും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ നോർമലി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചായ പോലത്തെ. അപ്പം എന്ത് ചെയ്യുക, നാളെ രാവിലെ നമുക്ക് കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി പോയിട്ട് ടെൻറ്റിൽ പോയിട്ട് കിടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളത്തെ എപ്പിസോഡായിട്ട് നമുക്ക് ഇവിടുന്ന് ജയ്സൽമീരിലേക്ക് പോകണം. ഏകദേശം 300 ചില്ലാനം കിലോമീറ്റർ ഇവിടുന്ന് പോകാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.